ഹലോ ഗായ്സ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് എടുത്ത നമ്മുടെ അതുൽ വ്ളോഗ്സിനെ നമ്മൾ പറഞ്ഞു വിട്ടു. അപ്പോൾ പുതിയ വ്ളോഗ് ഹാൻഡ്ലർ ഡെവിളാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ നേരെ എക്സ്പെയിനെ കാണാൻ പോവുകയാണ്, ബാംഗ്ലൂർ. അപ്പോൾ ആദ്യം നാളെയാണ് ട്രെയിന് എറണാകുളത്തുനിന്ന്. അപ്പോൾ ആദ്യം നൂക്കിൻ്റെ വീട്ടിലേക്ക് പോവാണ്, പെരുമ്പാവൂരേക്ക്. അപ്പം അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ 2 മണിക്കൂർ കാത്തിരുന്ന് നൂക്കിൻ്റെ പട്ടിക്കാട്ടിലേക്കൊരു ബസ് കിട്ടി. ഇവിടെ ഒരുത്തൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, പ്ലെയർ ബാർട്ടൻഡർ എന്ന് പറഞ്ഞിട്ട്. പൊളി കൊള്ളാം. അപ്പോൾ നൂക്കിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കാണാം. 11 മണി തൊട്ട് 1 മണി വരെ ബസ് കയറാൻ നോക്കി നിൽക്കേണ്ടി വന്നു. ഫൈനലി ബസ് എടുത്തു. വന്നു പെരുമ്പാവൂർ വന്നു. കണ്ണൊക്കെ കിറങ്ങിയിരിക്കുകയാണ്. പെരുമ്പാവൂർ വന്നപ്പോൾ പത്തനംതിട്ട ബസ് കിടക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? വന്നു, കണ്ടു. എന്താണത്? നീ അല്ലടാ മെയിന്. ഫ്ലൂറസന്റ് പച്ചയൊക്കെ ഇട്ടിട്ട് നമ്മളെ മെയിൻ വ്ളോഗർ. ഇവനെയാണ് സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇവനെ ഉള്ളു നമ്മുടെ വൈബ് പിടിച്ചിരിക്കണ. ബാക്കി ഡൗൺ ആൾക്കാരാണ്. അപ്പൊ നമ്മളിന്ന് പവർ ആയിരിക്കും. വ്ളോഗിന് ഹായ് പറയാം. നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഹായ് പറയും വ്ളോഗിന്. ഓക്കെ, നമുക്ക് ഇനി കാണാം. നൂക്ക് കലിപ്പാണ്, നൂക്ക് ഉറക്കൊഴിച്ച് ഇരിക്കുവാണ്. നമ്മളെ വേണ്ടി വിളിക്കാൻ വന്നതാണ്. ഓക്കെ ബൈ. ഒരു ബ്ലൂപ്പ് അടിക്കൂ. ഡെവിൽ, എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ബ്ലൂപ്പൂത്തല്ലേ? ട്രെയിനിൽ പട്ടി പോസ്റ്റാണ് ഞങ്ങൾ. എത്ര മണിക്കൂർ ട്രെയിൻ ലേറ്റ്? 1.25 മണിക്കൂർ. മനുഷ്യോകം എല്ലാം വെട്ടിയിട്ട് വാഴത്തണ്ട് കിടക്കണ കണ്ട ഇളയപ്പ. കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ. ഉറക്കം വരണ്ടോ? ഇന്നലെ എത്ര നേരം ഇറങ്ങി? മീൻ വയൽ കാട്ടിലേക്ക് കുന്തങ്ങത്തുന്നു. തലയും കുത്തി നിലത്ത് വീഴ. കൈ കാണിച്ചോണ്ട് പൊട്ടി കിടന്നല്ലോ എന്റെ കൈ. ഇനി അടുത്ത കാണാം. നിന്റെ പാട്ടൊന്ന് പാടിക്കടാ. അതെ, ഇത്ര നേരം പാട്ടുണ്ടായിരുന്നല്ലോ. എത്ര നേരം ഉറങ്ങിയെന്ന് പറഞ്ഞേ? അല്ല, ഞാൻ എത്ര നേരം ഉറങ്ങിയെന്ന് പറഞ്ഞേ? ഇത് കുറച്ച് നേരം. അല്ലേ കേട്ടാ, നീ പറയടാ, കുറച്ച് നേരമാണോ ഉറങ്ങിയത്? എക്സ്പോസ് ഒക്കെ ചെന്നങ്ങ് കുറച്ച് നേരം ഉറങ്ങിയ ആളാണ്. എല്ലാരും കണ്ടോ? കുറച്ച് നേരം. അനിയൻകുട്ടൻ വരുന്നുണ്ട്. ഹായ് പറയൂ. ബാത്റൂമിലോട്ട് പോവാണ്. ഓക്കെ ബൈ. വിഷയം ട്രാൻസിഷൻ. നമ്മളങ്ങനെ അവസാനം മനുഷ്യക്ക് എത്തി. എത്തിയോ? എത്തിയില്ല, നാളെ എത്തുള്ളൂ. ഇതൊക്കെ എടുക്കണം. നമ്മള് കേറിയതൊന്നും ഇല്ല. വലതുകാലോ മുതുകാലോ ഏതാ വെച്ചോ? ഒന്നും എടുക്കണ്ട, അവരെ കണ്ടിട്ടെടുത്താ മതി. അവരെ കാണുമ്പെടുക്കാനാണേ. ജർമിഡോക്ക് ഗൈസ്, മറ്റേ ആലുവ എന്നുള്ളവന്മാരൊക്കെ ഇപ്പോൾ വന്നേ. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ കയറി വന്നിട്ട് എൻ്റെ കൂടെ 2 ഉണ്ട്. അവന്മാരെ കാണാത്തതുകൊണ്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓരോ ഐഡിയ ഇറക്കിയതാണ് ഓരോരുത്തന്മാർ. ഇതും തലയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഏത് നേരവും അറസ്റ്റ് ആവാം.
കണ്ടവരുണ്ടോ? പറഞ്ഞ കഴിഞ്ഞ വ്ളോഗിൽ വരാത്ത രണ്ടാമന്മാരാണ്. ഇത് നമ്മുടെ സൗരവ്, യഥാർത്ഥ ഫൗണ്ടേഴ്സ്. ഇതാണ് യഥാർത്ഥ ഫൗണ്ടേഴ്സ്. ബാക്കി എല്ലാവരോടുള്ള ഫേക്കാണ്. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളുടെ കെയർ ഓഫ്. ഞങ്ങളുടെ അനിയന്മാർ, ചേട്ടന്മാർ, കസിന്മാർ, കൂട്ടുകാർ, ബാക്കിയല്ല ഞങ്ങളാണ് ഒറിജിനൽ മെയിൻ. അപ്പോൾ ചവിട്ടി വെച്ച ട്രിപ്പ്. മെട്രോ സ്റ്റേഷനിൽ അമ്മമാരിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അമ്മമാർ ട്രെയിൻ ഇറങ്ങിയിട്ട് മെട്രോയ്ക്ക് വരാൻ പറഞ്ഞിട്ട് അമ്മമാർ വന്നില്ല. അമ്മമാർ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ടിക്കറ്റ് ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് ടി തിരിച്ച് കയറ്റി വിട്ടില്ല. അതുകൊണ്ടിപ്പോൾ ഈ ഏരിയ മൊത്തം ചുറ്റിക്കറങ്ങി ഈ വഴിക്കൂടെ വന്ന് മെട്രോയുടെ മെയിൻ എൻട്രൻസിൽ വരാമെന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കാണാം. കുറച്ച് നടന്നതിന് ശേഷം ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ ഒരുത്തൻ ഓൾമോസ്റ്റ് ഇവന്മാരുണ്ടല്ലോ, ഇവന്മാരെ പൊക്കി ഉള്ളിലിടുന്നത്. ഇവിടെ ഒരുത്തനാണെങ്കിൽ തലയിൽ ന്യൂക്കുന്ന എഴുതി ഇവിടെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഇവിടെ മറ്റേ രാമേശ്വരം കഫേയിൽ ബോംബ് ബ്ലാസ്റ്റ് നടന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച തികച്ചായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊരുത്തിന് ഇവിടെ നോക്ക് മറ്റേ തലയിൽ ന്യൂക്കൊന്നും വെച്ചുകൊണ്ട് മെട്രോ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുക. ഈ വീഡിയോ എങ്ങാനും പുറത്തിറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ മിക്കവാറും ഏതെങ്കിലും ഒരു ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ ഏതൊരു മുക്കിൽ ഏതൊരു മനോരമ ഏഷ്യാനെറ്റ് എല്ലാം കവർ ചെയ്യും. അപ്പോൾ ഒന്നല്ലെങ്കിൽ വ്ളോഗിൽ കാണാം, അല്ലെങ്കിൽ അവിടെ കാണാം. ഗൈസ്, നമ്മൾ കുടുവിനെയും ഗ്യാങ്ങിനെയും തപ്പി വരികയാണ്. വലിയ ബോർഡൊന്ന് കാണിച്ചേ. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ കോപ്പുകൾ ഇതുവരെ കൈവിട്ടിട്ടില്ല. അതന്നെ ഇവന്മാരെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടുകാരെ തേടിയുള്ളൊരു യാത്രയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ആൾക്കാരെയൊക്കെ വീഡിയോ എടുക്കാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരെങ്കിലും ഇതിനകത്ത് പെടുകയെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇന്ന് അഡ്വാൻസ് ആയിട്ട് സോറി പറയുന്നു. അവന്മാരിപ്പോൾ 3rd പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കുടുവിനെ കാണുന്നതിൽ എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് കുടുവിനെ കാണുന്നതിന് എന്താ പറയാനുള്ളതെന്ന് ആദ്യം കാണുമെന്ന് വെക്കട്ടെ. എൻ്റെ ലക്ക് വെച്ചിട്ട് പുള്ളി ട്രെയിൻ ട്രാക്കിൽ വീണ് കാണും. നല്ലതാ ഗൈസ്. കുടു വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്ലിപ്പ് ഇടാന്ന്. ഇപ്പൊ കട്ടി എല്ലാത്തിനെയും കിട്ടി. കൂട്ടുകാരെ ഞാൻ കണ്ടുപിടിച്ചേ. അവന്മാർ അവസാനം തീവ്രവാദിത്തരമൊക്കെ നടത്തിയതിന് ശേഷം ന്യൂക്കിനെ കണ്ടുപിടിച്ചു. ഇല്ലാണം ബാംഗ്ലൂർ ഒന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവന്മാർ ട്രെയിനിൽ കിടന്ന് ഉറക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. കിച്ചുവാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങിയത്. കിച്ചോടെ ഉറക്കച്ചാണ്ടി ഡെവിളും മെസ്സാടും ഡെവിളിന്റെ ആരാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങിയത്? ഏറ്റവും കുറവ് ഉറങ്ങിയേക്കണ ആളാണ് ഈ നിൽക്കണത്. വീഡിയോ വരും. ഇവിടെ വീഡിയോ വരും കേട്ടോ. ഇവിടെ വീഡിയോ വരും. അല്ല, ഞാൻ ഉറങ്ങിയില്ലാന്ന് ഞാൻ പറയില്ല. ഞാൻ ഉറങ്ങി, പക്ഷെ ഏറ്റവും കുറവ് ഉറങ്ങി. ഇപ്പൊ വീണ്ടും ഇവിടെ ക്ലിപ്സ്. ഗായ്സ്, എനിക്ക് കിട്ടിയേക്കണ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ 8 വർഷം കഴിഞ്ഞിട്ട് കൂടി ഓട്ടോ കയറിയേക്കുക. റിവ്യൂ ആണ്, ഓട്ടോ റിവ്യൂ. ഒരു കിടിലൻ വൈബോസ്കിയാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പകാലത്തിൽ എൻ്റെ അമ്മ വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ഒരു വൈബ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഓട്ടോയിൽ പോണത് അമ്മ വീട്ടിലുള്ള കൊള്ളാം. നമ്മുടെ ബാക്കി 3 പങ്കാളികൾ എക്സ്പെയിൻ ഞങ്ങളെ പിരിഞ്ഞു പോയി. പുള്ളിക്ക് വീട്ടിൽ പോയിട്ട് ഗെയിം കളിക്കണം എന്ന് പറഞ്ഞ പുള്ളി പോയി. അതുകൊണ്ട് ഞങ്ങൾ 3 പേരുണ്ട്. ബാക്കി 3 പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെയിൻ ഒന്ന് കക്കൂസിൽ പോകണം. അതാണ് സത്യം. പിന്നെ പുള്ളി ഗെയിം കളിക്കാനെന്നൊക്കെ പറഞ്ഞ് ഷോ ഇറക്കി പോകണമെന്നുള്ളൂ. ബാക്കി 3 പേർ മുന്നിലൊരു ഓട്ടോയിൽ റേസ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ മെട്രിക്സ് എന്ന ഞങ്ങളുടെ സിസ്റ്റർ ക്ലാനിൻ്റെ ഹെഡിൻ്റെ വീട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കണക്ഷൻസ് അഗാധമാണ്. അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. പക്ഷേ ബിഗ്ഗസ്റ്റ് കൊളാബ് ക്ലാൻ കൊളാബിലെ ഒരു കൊളാബായിരുന്നു. 2 നല്ല കുളഞ്ഞ ക്ലാൻ തുടങ്ങിയുള്ളൂ. 2 ആഴ്ച കഴിയുമ്പോൾ മുടിപ്പി. ഒരു ലോഗോ ഒക്കെ ഇറക്കിയതായിരുന്നു. ഫ്രോസനെ കൊണ്ട് ലോഗോ ഒക്കെ ഇറക്കിച്ചാൽ പുതിയ ലോഗോ. ആ റീബ്രാൻഡ് ഷോ ചെറിയ പറയാൻ പറ്റില്ലല്ലേ. റീബ്രാൻഡ് ചെയ്ത് ഫ്രണ്ടിലത്തെ വണ്ടിയിലുണ്ട്. അവൻ കാരണമാണ് ഇതെല്ലാം പൂട്ടിപ്പോയത്. അപ്പോൾ ശരി, അവിടെ ഒത്തിരി ഡെവിള് വന്ന് ഒരാഴ്ച ഭയങ്കര ശകനപ്പഴയല്ലേ. അവനെ ലീഡറാക്കി കഴിഞ്ഞാൽ ഒരു കയറ്റം കൂടെ ഉണ്ടായില്ല. ഫുള്ള് ഇറക്കാറുണ്ട്. ഉള്ളാകെ ശകനപ്പഴ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് പോയി. അങ്ങോട്ട് കേറിയില്ല. ആ ഗെയിം വരെ ബാൻ ചെയ്യുന്നുള്ള സത്യം. അപ്പോൾ ശരി ഗൈസ്, അവിടെ എത്തിയിട്ട് കാണാം. ബൈ. 2 ദിവസമായിട്ട് നേരെ ഉറങ്ങാത്തതുകൊണ്ടാണ് കണ്ണൊക്കെ ഒരുമാതിരി ഡെഡായി. സോ ജസ്റ്റ് ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഇന്നലെ ആലുവയിൽ നിന്ന്, അതായത് മോട്ടോറ എന്നുള്ള ടീംസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കുടു, മോട്ടോറ മീൻസ് അവിടെ നിന്ന് പത്തനംതിട്ടയും എറണാകുളം എല്ലാം ഇൻക്ലൂഡഡ്. കുടുവും കിച്ചുവും നമ്മുടെ ഡെവിളും വിസ്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവന്മാരെ
ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ദേവദത്തൻ, ഒത്തിരി പരിചയം ഉണ്ടാവില്ല, മെട്രിക്സ് എന്നാണ് ലൈക്ക് ചാനലൊക്കെ നിർത്തി അതിന് ശേഷം നമ്മുടെ WCയുടെ കൊളാബ് ലൈനപ്പിൽ ഉണ്ടായിരുന്ന അവരുടെ മാനേജറാണ്. അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് എല്ലാത്തിനും ഇന്നലെ. എന്നിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഇന്നലെ കിടന്നുറങ്ങ 100 ആയുസാണ്, കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവദത്തിൻ്റെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. കാരണം രാവിലെ ഷാഡോയും ബ്ലഡും വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവന്മാർക്ക് കറക്റ്റായിട്ട് ലൊക്കേഷൻ അറിയില്ലാത്തതുകൊണ്ട് അവരെയും പോയി വിളിച്ചിട്ട് ലൈക്ക് 5:45 എത്തേണ്ട ബസ് അവരെയും പോയി വിളിച്ചിട്ട് നേരെ മെട്രോ എടുത്തിട്ട് ദേവദത്തിന് അങ്ങോട്ട് പോകാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ അവന്മാരുടെ ബസ്സിൻ്റെ ടൈമിംഗ് എല്ലാം തകിടം മറിച്ച്. സോ ഇപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് 5:30 ആയ ടൈമിൽ എണീറ്റ് കുളിച്ച് ഡ്രസ്സിങ് ചെയ്തിരിക്കുക. സോ റെഡ് ബസ്സിനും രാഹുൽ ബോബ്സിനും ഷാഡോയ്ക്കും നന്ദിയുണ്ട്. രണ്ടെണ്ണത്തിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇവന്മാരാണ് എന്നെ രാവിലെ 4:40 വിളിച്ച് എണീപ്പിച്ച് ഒരുത്തനവിടെ ചൊല്ലിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ കമോൺ ഗൈസ്, എടാ ഇവിടെ വന്നാൽ മതി. ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇന്ന് ദേവദത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ ടർഫിൽ കളിക്കും. കളിച്ച് കഴിഞ്ഞിട്ടൊന്ന് പൂളിൽ പോയി ചാടി കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് വലിയ പരിപാടിയൊന്നുമില്ല. രാത്രി പബ് ഹോപ്പിങ്ങിന് പോകാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കട്ടെ, ഇതാന്ന് തോന്നുന്നത് ഞങ്ങളുടെ ഓട്ടോ വന്നിട്ടുണ്ട്. നമ്മൾ കൂടി മെട്രോ സ്റ്റേഷനിലെത്തി. ഇവന്മാർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവന്മാർ ഇന്നലെ രാത്രി KSRTCക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു പേടിപ്പിച്ച് വരുമ്പോഴേക്കും ഒരു അവസ്ഥയാണെന്നും പറഞ്ഞിട്ട് 2 എണ്ണം കൂടെ വേറെ 2000 രൂപ മുടക്കി ടിക്കറ്റ് അതെ റെഡ് ബസ്സിലൊക്കെ ബുക്ക് ചെയ്ത് ഒരുമിച്ച് കിടന്നൊക്കെയാണ് വന്നത്. അതിൻ്റെ വീഡിയോ ഉണ്ടോ? ഇറക്കാൻ പറ്റാത്ത ഐറ്റംസ് ആണ്. സോ പേട്രിയോൺ മറ്റേ ഓൺലി ഫാൻസ് ലിങ്ക് കൊടുക്കാം അന്ന് വെച്ചത്. അത് കഴിഞ്ഞ തവണത്തെ വ്ളോഗിൽ ഒരു സാധനം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷെ അത് ഓൺലി ഫാൻസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷെ ആ ടൈമിൽ 11 കുറച്ച് സംഭവങ്ങൾ നടന്നു. ആക്ച്വലി നിങ്ങൾ കാണാത്ത കുറേ കാര്യങ്ങൾ ബിഹൈൻഡ് ദ സീൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇടാൻ പറ്റിയില്ല. അത് പെർമിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഒറ്റ സീൻ മാത്രമായിട്ട് ഇടാം. എല്ലാവരും കൂടെ എൻജോയ് ചെയ്തിരിക്കുമ്പോൾ ചിലർ വീണ് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, ഹൃദ്രോഗമുള്ള ആൾക്കാർ മെട്രോ എത്തി. സോ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ കാണാം. എക്സ്പെയിനും ഷാഡോയും ബെല്ലിംഗോളും ഇപ്പോൾ ഉണ്ട്. പ്ലീസ് മൂവ്. അത് മാറൂല്ലെന്നാണ് പറയണത്. ഓ ബ്ലഡ് വന്നു മച്ചാനെ, ബ്ലഡ് വന്നു. വരൂ അത് അവർ വരികയാണ്. ആയിട്ട് കാണുന്ന സുലഭ മുഹൂർത്തങ്ങൾ, മറ്റേ നൈസ് BGM. നമ്മൾ നേരത്തെ ടർഫിൽ കളിക്കാൻ പോകുന്ന പറഞ്ഞായിരുന്നു. ലൈക്ക് ഇവിടെയാണ് കളിച്ചത്. ഒരു റൗണ്ട് കളി കഴിഞ്ഞപ്പോഴേക്കും എല്ലാത്തിൻ്റെയും വെടി തീർന്നു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നേക്കാണ്. ഇത് കുറേ നാളായിട്ട് മേലാൻ കണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, എല്ലാം അവിടെ നിൽപ്പുണ്ട്. ബ്ലഡ് അപ്പുറത്തേക്ക് വെള്ളം കുടിക്കാൻ നിൽക്കുക. ഇടൂ ഇതിലൊക്കെ പറ. തീർന്നു. എക്സ്പെയിനെ കീച്ച് കളഞ്ഞു. എക്സ്പെയിനൊക്കെ മടുത്തു. എക്സ്പെയിനൊക്കെ ഇപ്പോൾ ശരിക്കും അണഞ്ഞു. ചേട്ടോ, ഞങ്ങളുടെ സ്റ്റാർ ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു. ഇവൻ ഏത് ടീമാണെന്ന് രണ്ടാമത്തെ ഹാഫിലാണ് എല്ലാവർക്കും മനസ്സിലായത് തന്നെ. എല്ലാം വെടി തീർന്നിരിക്കേണ്ട MVP ഗിയർമോ ഒച്ചോവായിരുന്നു. ഒരു തൊപ്പി തരട്ടെ, അത് വെച്ചോണ്ട് എപ്പോഴും ഇരിക്കാവോ? ഫുട്ബോൾ കളിച്ച് എല്ലാത്തിന്റെയും പരിപ്പിളകിരിക്കണേ. 6-0 ഞങ്ങൾ എക്സ്പെയിൻ്റെ ടീമിനെ തോപ്പിച്ചു. 6-4. എക്സ്പെയിൻ ഗോൾ ഇന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗോൾ ചെയ്തത്. പരിക്കൊക്കെ പറ്റി പരിക്ക് കാണിച്ചു. എക്സ്പെയിൻ മുഖം മാന്തി കീറി വെച്ച്. എന്റെ പൊന്നളിയാതെ പുള്ളിയെ ഞാൻ ഇങ്ങനെ അറിയാട്ടാ, ഞാൻ ഇങ്ങനെ ഹെഡ് ഇങ്ങനെ സ്റ്റാർട്ട് ഇങ്ങനെ ഹെഡ് ചെയ്തു.
പക്ഷെ പുള്ളി പിടിച്ചതിന്റെ മോത്താ ബോള് വീണു. ഇതൊക്കെയാണ് എക്സ്പെയിന്റെ ക്രൂരതകൾക്ക് അടുത്ത വ്യക്തി പറ എക്സ്പെയിന്റെ ക്രൂരതകൾക്കുള്ള അടുത്ത വ്യക്തി മനഃപൂർവ്വം കാല് തല്ലൊടിക്കുക, കിച്ചുവിന്റെ മുഖത്തിട്ട് വരയ്യ, കളിച്ച് ജയിക്കാൻ പറ്റില്ല അക്രമമായിരുന്നു. അതെ, ആദ്യത്തെ 4 ഗോൾ വീണപ്പോ തന്നെ പുള്ളി അല്ലല്ല, ആദ്യത്തെ 2 ഗോൾ ഇവിടെ വീണത്, പിന്നത്തെ 3 ഗോൾ ഇവിടെ വീണത്, 4ാമത്തെ ഗോള് അല്ല 5-6 ഇവിടെ വീണത്. എവിടെ വീണതാ? നിന്റെ പോസ്റ്റ് ഗോൾ വീണ ഓർക്കണം. നീ ടീം ഏതാന്ന് പറയാ. സെൽഫ് ഗോൾ അടിച്ചവനെ കണ്ടുപിടിച്ച് MVP ആയി സെൽഫ് അടിച്ചു കൊടു. ഞങ്ങളുടെ സ്റ്റാർ ഡിഫൻഡർ സെർജിയോ റാമോസ്. ബാംഗ്ലൂരിൽ അഗാധയിൽ ഞാനും മുറിവേറ്റിയ കിച്ചു. ബുക്ക് ചെയ്ത ആൾക്കാർ പേരറിയില്ല. ആരെ ബുക്ക് ചെയ്തേ? ഇയാളല്ലേ? ഞാനൊന്നുമല്ല, ഞാൻ ദേവത്തിനെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ച. നമ്മുടെ ബാംഗ്ലൂർ അധോലോകം കോൺടാക്ട് ആണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ ഗൈസ്. ദേവദത്തൻ, കാർത്തിക്, ഋഷാൽ, ഗൗതം, അഭിരാം ഫ്രം ട്രിവാൻഡ്രം. എന്തെങ്കിലും പറയണ്ടോ ബാംഗ്ലൂരിനെ പറ്റി? ബാംഗ്ലൂർ കിടിലാണ് മോനെ, അത്രേ ഉള്ളൂ. നമ്മുടെ ചാനലിലേക്ക് ഒരു വിശിഷ്ടാതിഥി എത്തിയിരിക്കുകയാണ്. ഇവിടെ തിരിഞ്ഞു നോക്കടാ ഇങ്ങോട്ട്. ഹായ് പറയടാ. ഹലോ. ശരിക്കും ചാനലാണോ? ആ, ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ഇട്ടോളൂ. ഇനി അടുത്തേക്ക് നീയും വരും. ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്തേലും പറയാനുണ്ട്? പേര്, നാട്, വീട്, സ്ഥലം എവിടെയൊക്കെയാണ്? എന്റെ കാശുണ്ടോ? അതിന്റെ കാശുണ്ട്. നമ്മള് ഫുട്ബോൾ കളിക്കാൻ പോയി മടുത്തു കുത്തി ഫുഡ് അടിച്ചിട്ട് ദേവത്തിൻ്റെ അടുത്തേക്ക് വന്നേക്കുക. കൂടെ കുറച്ച് ഗഡീസിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നമ്പർ 1 പേര് പറയാം. ചാനലിന്റെ ഹായ് പറഞ്ഞേക്കും. ഹായ്. വേറെ 2 ഇവിടെ കിടപ്പുണ്ട്. ചെണ്ണത്തിന് തുണിയില്ല കണ്ടാ. ഇതൊക്കെ യൂട്യൂബിൽ വരും, പറഞ്ഞില്ലെന്ന് വേണ്ട. നിങ്ങൾ ഞങ്ങളോട് കൂടില്ലേ? ഇവരാണ് നമ്മുടെ വീടൊക്കെ തന്ന് സഹായിച്ച മഹാമനസ്കനായ ദേവദത്തൻ AK മെട്രിക്സ്. അടുത്തേല് വരും. അടുത്ത 2 ദിവസത്തിൽ റിലീസാവും. എന്താണ് മച്ചാനെ ദൈവം? എല്ലാവർക്കും തടിയന്മാരുടെ വണ്ടിയിലേക്ക് സ്വാഗതം. മുന്നിൽ ബ്ലഡും സൗരവും ഉണ്ട്. നമ്മളിപ്പോ ടർഫിൽ പോയി അതിന്റെ കെട്ടിറങ്ങാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 2-2.5 മണിക്കൂർ. അതിന്റെ കെട്ടിറങ്ങാനായിട്ട് 2-2.5 മണിക്കൂർ വീട്ടിൽ പോയി പടിഞ്ഞ് കിടന്ന് 2 ഷെയ്ക്കൊക്കെ കുടിച്ച് സെറ്റായിട്ട് ഇപ്പം അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു അക്വാട്ടിക് സെൻ്റർ ഉണ്ട്, ലൈക്ക് പൂളാണ്. എല്ലാവരും അടുത്തുകൊണ്ട് ആദ്യമേ നേരെ പോയി ചാടാമെന്നായിരുന്നു ഓർത്തത്. പിന്നെ നിൽക്കാൻ പോലും ത്രാണിയില്ലാത്തതുകൊണ്ട് പോയി ഷെയ്ക്കൊക്കെ അടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇറങ്ങി. ഞങ്ങളെ പക്ഷേ കാറ്റഗറൈസ് ചെയ്ത് തടിയന്മാരാക്കി. ഒരു വണ്ടിയിൽ ഞങ്ങൾ 4 പേരും എന്നുള്ള സെറ്റപ്പിൽ സെറ്റായി. എവിടെ പോയി കഴിഞ്ഞാലും തടി വണ്ടിയിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇതാണ് തടിവണ്ടി. കുടും മുന്നിലടയെന്ന് വിചാരിക്കേണ്ടത്. ദിസ് ഇസ് ന്യൂ എക്സ്പിയുടെ തല കയ്യും കാണിക്കുന്നുണ്ട്. അപ്പോൾ 3 ക്യാബ് ബുക്ക് ചെയ്ത് അവന്മാർ ബാക്കിലുണ്ടാവും. മിക്കവാറും റെക്കോർഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി കുളിസി കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഒരു പൂളിലെത്തിയിട്ടുണ്ട്. ലൈക്ക് ലാസ്റ്റ് ടൈം പോലെ പ്രൈവറ്റ് കുറേ നോക്കി, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് ലാസ്റ്റ് ഇവിടെ അടുത്തുള്ളൊരു പബ്ലിക് പൂള് ബുക്ക് ചെയ്തൊരു മൂല മൊത്തമായിട്ട് എടുത്തിട്ട് എല്ലാം കുളിയും ജപമൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ അൾട്ടിങ്ങൊക്കെ നടന്നായിരുന്നു. കുറേ തെണ്ടിയോട് വെള്ളം തെറിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇതാണ് ഫ്ലാഷും അതും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ തൊടാൻ പറ്റില്ല. എല്ലാം വൈബ് അടിച്ചോണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ദേവദത്തനും കൂട്ടരും. അമ്മാരപ്പുറത്ത് ഓരോരുത്തരായിട്ട് മുക്കി കൊല്ലാൻ നോക്കണ്ട്. അതുകൊണ്ട് എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല. ബോയ്സ്, മസിൽ മാമന്മാർ, ഇത് ദേവദത്തൻ. ഇവൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ശരി, നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കാണാം. ബൈ. ഹായ്.
ഗൈസ് നമ്മളിപ്പോൾ ജാളഹല്ലിയിലാണ്. സ്വിമ്മിംഗ് പൂള് കഴിഞ്ഞ് പുറത്തോട്ട് വന്നു. അതിന്റെ ക്ലിപ്സ് ഒക്കെ മുമ്പ് ഇടുമായിരിക്കും. എക്സ്പെയിൻ ആണ് എഡിറ്റർ. ഇടുവല്ലേ? ഒരു ക്ലിപ്പ് ഉണ്ട് ഇടാം. അത് തന്നെ. ആ വലിയൊരു കഥയാണ്. പൂളില് 1 മണിക്കൂർ തയ്ക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. തക്കാളികൾ ഒരു പുള്ളി വാള് വെച്ച് ഞങ്ങളെല്ലാം ചാടി പുറത്തിറങ്ങി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പുകച്ചു പുറത്തി അടിച്ചു. പുള്ളി ഒരു ഡൈവ് അടിച്ചു, തിരിച്ചു വന്നു. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു പൂളിൽ എക്സ്പീരിയൻസ് മറ്റേത് വെച്ച് നോക്കുമ്പോൾ? സ്പെഷ്യൽ ഗസ്റ്റിനോട് ചോദിക്കും. അപ്പൊ ഞാൻ സ്പെഷ്യൽ ഗസ്റ്റ്. ശരിയില്ല. ഹായ് ഗൈസ്, എക്സ്പെയിൻ ഞങ്ങളോട് വ്ളോഗ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഐ എം ഇൻട്രൊഡ്യൂസിങ് ദ മെലിഞ്ഞ വണ്ടി എക്സ്ഫോഴ്സ് ആൻഡ് പാർട്ടി. ഷാഡോ ഫാമിലി ഫ്രണ്ട്ലി വ്ളോഗർ ഡബിൾ സൂര്യ. ഫാമിലി ഫ്രണ്ട്ലി ഡബിൾ സൂര്യ. നമ്മൾ 3 വണ്ടിയായിട്ട് പിരിഞ്ഞേക്കുവാണ് ഇപ്പോൾ. മെലിഞ്ഞ വണ്ടി വിത്ത് മെലിഞ്ഞ പീപ്പിൾ, തടി വണ്ടി വിത്ത് തടിയൻസ്, ആൻഡ് കർണാടക വണ്ടി വിത്ത് ബാംഗ്ലൂരിയൻസ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്നോഫ്ലേക്സ്, തടിയൻ മെലിയൻ എന്നൊക്കെ പറഞ്ഞ ഫാറ്റ് ഷേമിംഗ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ആയിരിക്കും. ഞാനും വരും, ഡേവിനും വരും അടിച്ചും കൂട്ടാൻ. അല്ലേ ഡേവിലെ? അത്രേ ഉള്ളൂ, വയലൻസ് ഉള്ളി. അപ്പൊ ശരി, ഞങ്ങള് വീട്ടിൽ ചെന്ന് കാണാം. ബൈ. വീണ്ടും റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം തടിവണ്ടി. ഒറ്റണതിന് മിണ്ടാനുള്ള ത്രാണിയില്ല. ഇത് തന്നെയിപ്പോൾ വീട്ടിലെത്താറായി. കുറച്ച് ശക്തി എവിടെ നിന്നോ കിട്ടിയപ്പോൾ എടുത്ത് റെക്കോർഡ് ചെയ്യണതാണ്. ഫുഡുള്ളിൽ പോകണം കഴിച്ച്. നിങ്ങൾ രാവിലെ കഴിച്ചതിന് ശേഷം പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ പൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആക്ച്വലി നേരെ മന്തി അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഡ്രസ്സ് മാറണം. ഇത് മൊത്തം നനഞ്ഞ ഡ്രസ്സാണ്. സോ ഞങ്ങളും പാതി നനഞ്ഞ തുണി പാതി ഉണക്ക തുണി എന്നൊക്കെയുള്ള രീതിക്ക് ഇരിക്കുക. ഞങ്ങളൊക്കെ ഇതിൽ പോയി എൻ്റെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈവനിങ് അങ്ങോട്ട് ഈവനിങ് കുറച്ച് റെസ്റ്റോ ബാറിലൊക്കെ പോകാനായിട്ട് പ്ലാൻസ് ഉണ്ട്. എങ്ങനെയാവും എന്നുള്ള കാര്യം കണ്ടറിയാം. അവിടെ സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവകാലം നീ പ്രണയിനീ നീലരാവിലൻ സ്നേഹവീതിയിൽ മമ തോഴിയായി വാ പ്രിയമനീ ഒരിക്കലെങ്ങോ കണ്ട നാളിലെന്റെ ഹൃദയമന്ത്രം കാത്തുവെച്ച സുന്ദരിയേവ വെണ്ണിലവേവ എൻ ജീവതാളം നീ പ്രണയിനീ മനുഷ്യനായി കഴിഞ്ഞാൽ കലാകാരൻ അണച്ചോ അന്നെന്റെ കരളിൽ ഒരു കൂടൊരുക്കിയിലേ നിന്നീലമിഴിക്കോണുകളിൽ കവിത കണ്ടില്ലേ ഇന്നും നിന്നോർമ്മയിലെന്നോ ഉണരുമ്പോ മാഞ്ഞങ്ങ് പോവരുതേ മാർമഴവില്ലേ മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റ് നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻകുയിൽ പാട്ട് വെള്ളിക്കൊലുസിട്ട് കാലച്ചക്കാൻ കാത്തിരിക്കും എൻ്റെ ഹൃദയം നിനക്കു മാത്രമാ സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനീ ഗായ്സ് നമ്മളിപ്പോ ഇതെന്നാ കോപ്പാ? എടാ ഹലോ, എങ്ങോടാ? വഴി അറിയില്ലാത്ത ഒരു കൂട്ടം നമ്മളിപ്പോൾ ന്യൂ ബെൽ റോഡിലുള്ള ചില്ലങ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ടേബിൾ റിസർവേഷനൊക്കെ ചെയ്ത്
ഇപ്പം നല്ല കുളിച്ച് കുട്ടപ്പന്മാരായി കൂത്താടാൻ പോവാ. ലൈസൻസോടെ അവിടെ വെച്ച് കാണാം. ബൈ. You look lonely. I can fix that. The next day. ടീം സ്കൂളുണ്ട്. ഇന്നലെ കട്ട് ചെയ്യാനുള്ള പോർഷനാണ്. ഇന്നലെ നമ്മൾ പൂളിൽ എനിക്ക് തോന്നുന്നു പൂളിൽ പോയി ചാടണ വരെയുള്ള ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു വൈബ് അടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. സോ നമ്മൾ അതാണ് കാണാത്തായിരിക്കുന്നല്ല. ഞങ്ങളൊരു റെസ്റ്റോ ബാറിൽ പോയി കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന പിന്നെ കുറച്ച് കാര്യങ്ങളില്ല, ഒന്നും നടന്നിട്ടില്ല. അതിൽ പേയ്മെന്റ് ഒക്കെ വെച്ചിട്ട് അതിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യും. അത് തന്നെ അവിടെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മെട്രോ സ്റ്റേഷനിലെത്തി. സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ബൈ. പറടാ, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നാ? ഇവിടെ വീഡിയോ ഇപ്പോൾ വരും ഇങ്ങനെ ഇന്നലത്തെ അവസ്ഥ ഇവിടെ വരും. ഇവിടെ ഇല്ല, അത് വരില്ല. ആരുടെ ഒന്നും കാണിക്കൂല. ഇങ്ങനെ എന്താ ഞാൻ ചെയ്യണേന്ന് കാണിക്കും. ഇല്ല, അതൊന്നുമില്ല. അതൊക്കെ വരും ഇവിടെ. അതില്ല. എഡിറ്റർ പ്ലീസ്. ജീവനായ വന്നപ്പോ ഒരു ഏട്ടനെ ഉള്ളായിരുന്നു, ഇപ്പൊ 2 പേരുണ്ടത്. 3 ചേട്ടന്മാരായി. 3 പേരായി. ഒരു ചേട്ടൻ ഗ്രേറ്റ് സക്സസ്. ഇനി മോന്തയ്ക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. യെസ്, വ്ലോഗ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പോടെ ഉണ്ട്. ഇപ്പോൾ സാൻഡൽസ് ഓഫ് ഫാക്ടറിയിൽ നിന്ന് കയറിയിട്ട് നമ്മൾ മെജസ്റ്റിക് വന്നു. ഇനി ഇവിടെ നിന്ന് ഒരു ടീം കബൺ പോവും, ഒരു ടീം എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ വരും. ലോജിസ്റ്റിക്സ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. 3 പേര് 3 സ്ഥലത്തൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ കബണിലേക്കാണ് പോണത്. ഇവന്മാരെല്ലാവരും കബണിലേക്കാണ് പോണത്. ഞങ്ങൾ 3 പേര് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് റിട്ടേൺ വരും. കബണിൽ ഇവന്മാർ റെക്കോർഡ് ചെയ്തോളും. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാം. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ഡെവിളിൽ രണ്ടാമത്തെ അടിക്കും. ചേട്ടന്മാരെ ഉണ്ടാക്കാൻ പറ്റിയ ട്രിപ്പ്. ഡെവിളിൽ രണ്ടാമത്തെ അടിക്കണം. ഓക്കെ, വിജുവിന്റെ പ്രൊഫഷണൽ എന്താണെന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ. ഇതെല്ലാം നമ്മൾ പിന്നെ കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ സെറ്റ് ആക്കാം. നമ്മൾ അടുത്ത ട്രെയിൻ കയറാൻ പോവാ. എക്സ്പെയിൻ അപ്പുറം വ്ലോഗ് എടുക്കുന്നുണ്ട്. മുടി കണ്ണിലോട്ട് വീഴുന്നു. അപ്പോൾ നമ്മൾ അതെ, എൻ്റെ മുഖം കണ്ടോ ഗൈസ്? എക്സ്പെയിൻ മാന്തി പൊളിച്ചു. ബ്ലഡ് ചേട്ടാ ൂക്കിന് വിശക്കണ്ടെന്നാ പറയണേ. എനിക്ക് നല്ലോണം വിശക്കുണ്ട്. മറ്റേ കഴിച്ച് തട്ടിപ്പോണ ചേട്ടൻ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റിങ് ഇച്ചിരി കൂടുതലായിരുന്നു. ടൈം വെയിറ്റ് ചെയ്യണം. കുടു പറഞ്ഞു ക്യൂ എന്റെ പട്ടി നിൽക്കുന്നു. അപ്പൊ കുക്കു പറഞ്ഞു ആ സെക്യൂരിറ്റി ചേച്ചി വന്ന് പറയുമ്പോഴേക്കും നിന്നോളാൻ. സെക്യൂരിറ്റി ചേച്ചി എന്റെ പട്ടി നിൽക്കും. നൂക്കൊരു ബുള്ളിയാണ് ഗൈസ്, നിങ്ങൾ അത് തിരിച്ചറിയണം. പട്ടി നിൽക്കും. അപ്പോൾ ആര് നിൽക്കും? കുക്കു നിൽക്കും. നൂക്കൊരു ബുള്ളിയാണ്. ഇത് പറ്റില്ല. ഇവരെല്ലാരും ഒരു ദിവസം കാണാണ്ട് പോയാൽ. അങ്ങനെ കബൺ പാർക്ക് എത്തി ഗൈസ്. വിത്ത് ഡെവിൽ ചേട്ടൻ, ഷാഡോ, നൂക്ക്, വിസാഡ് ആൻഡ് കുക്കു. നമ്മൾ കബൺ പാർക്കിൽ കയറി. നമുക്കണി വർത്താനം അറിയാൻ പാടാണ് ഏറ്റവും വിഷയം. അതിനിപ്പോ 80% മുടിവിലാണ്. എക്സ്പെയിൻ കഴിഞ്ഞ വ്ലോഗിലും പറഞ്ഞത്. അതെ, കഴിഞ്ഞ വ്ലോഗിൽ കുറേ ക്ലിപ്പ് ഞാൻ എടുത്തായിരുന്നു. പക്ഷെ എല്ലാം മുടി തന്നെയായിരുന്നു. എന്തിന് 80 ക്ലിപ്പോളം എക്സ്പെയിൻ കളഞ്ഞത്. ഇതാണ് കബൺ പാർക്ക്. ഇപ്പൊ കാണിച്ചുതരാം. സമയം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പാർക്കിൽ പോയതാ. ബസ്
ചേട്ടനോട് പറഞ്ഞുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് നിർത്തി. മച്ചാൻ പിസാട് പോവാണ്. ഹായ് അമ്മേ ഗായ്സ്, ബിസിന്റെ ബിസ് പോകുന്നത് വിചാരിച്ചു. പക്ഷെ പോയത് കിട്ടും, പക്ഷെ ഇവിടുന്ന് കിട്ടിയില്ല. അത്രേ ഉള്ളൂ. ഞങ്ങളങ്ങനെ സ്പ്ലിറ്റ് ആവാൻ പോവാണ്. ഞങ്ങൾ പോവാണ്. ഡെവിൽ ട്രെയിനാണ് പോണേ, ഞങ്ങൾ ബസ്സിന് പോണേ. ഞങ്ങൾക്ക് ബസ് മിസ്സായി. അപ്പോൾ ഇനി മടിവാളയിൽ പോയി കയറണം. മടിവാളയിട്ട് ഞാൻ നോക്കും പോവാം. ഞാൻ നോക്കും മടിവാളയ്ക്ക് പോവാം. ഇപ്പോൾ ഡെവിലിനെ വിളിച്ച് ബൈ പറയാണ്. ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് മടിവാളയ്ക്ക് പോകണം. അപ്പോൾ എല്ലാവരും പോയി ബസ് കയറിപ്പോയി. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗിൽ വെച്ച് നമുക്ക് കാണാം. ബിസ് ബോയ് സൈനിങ് ഓഫ്. അലങ്കാരം രണ്ടു വീതം ഭംഗിയുണ്ട അവസാനം വിശ്രമിക്കാൻ മണ്ണിനടി പെട്ടിം പായെടുത്ത് വാതിൽ മുട്ടാൻ തിരവില്ലാതെ നട്ടപ്പാതിരൊരു പാട്ട് മുഴക്കാൻ പതിവില്ലാതെ പെട്ടെന്നാകെ മുന്നിലെ കുത്തിയിലോരോ നിഴലാടുമ്പോൾ കണ്ടിട്ടോടിടല്ലേ ഓടിടല്ലേ ചെയ്യും പിഴ 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 അതില്ല കൊടുമില്ല പെറ്റുന്നില്ല സമാനില്ല നിങ്ങൾക്കാതിരാഞ്ജലി നേരട്ടെ.